മുഅ്മിനീങ്ങളെ, എൻ്റെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ ആത്മാവ് എന്നുള്ളത്. ഞാൻ ഈ രീതിയിൽ നിൽക്കാൻ, നിങ്ങളുമായി സംവദിക്കാൻ, ഇതിനെല്ലാം എനിക്ക് കഴിവ് ഉണ്ടാവണമെങ്കിൽ ആത്മാവ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാവണം. ആത്മാവ് ശരീരത്തിൽ നിന്ന് വിടപറയലോടുകൂടെ ഞാൻ മയ്യത്തായി. എന്റെ ശരീരത്തിന് പിന്നെ ഒന്നും കഴിയൂല. മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ? അല്ലെ? മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ? നമ്മളൊക്കെ പറ്റുമെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് തൽപരരായി അതിൽ മുന്നോട്ട് വരണം. ശരിക്കും നമുക്ക് നല്ലൊരു ചിന്ത അതിലൂടെ ഉണ്ടായിത്തീരും. മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതുവരെ നമ്മളോട് സംസാരിച്ചിരുന്ന, അതുവരെ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന നമ്മുടെ കൂട്ടുകാരന്റെ മയ്യത്ത് കിടക്കുന്നത് കാണുമ്പോ, ഒന്നിനും കഴിയാത്ത ഒരു ശരീരം ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ അല്ലാ എനിക്കിങ്ങനെ കിടക്കണല്ലോ എന്നൊരു ഓർമ്മ വരും. മുഅ്മിനീങ്ങളെ, ശരീരത്തിൽ നിന്ന് ആ ആത്മാവങ്ങ് പിരിഞ്ഞു പോയാൽ പിന്നെ ഈ ശരീരം മണ്ണിലേക്ക് പോകലോടുകൂടെ നമ്മുടെ ശരീരവും ഈ ആത്മാവും തമ്മിൽ ബന്ധമില്ല. ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കാണ് ആത്മാവ് പോകുന്നത്. ചിലര് പറയും ഇതോടുകൂടെ ആത്മാവ് നശിക്കുക എന്നതാണ്. അങ്ങനെ നശിക്കല്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് മറ്റൊരു ലോകത്തേക്കാണ് പോകുന്നത്. മഹാന്മാര് പറഞ്ഞു, അൽ മൗതു മുഫാറഖത്തുർ റൂഹി അൽ ജസദ. ശരീരത്തിൽ നിന്ന് റൂഹ്, ആത്മാവ് വേർപിരിയലാണ് മൗത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആത്മാവാകുന്ന റൂഹ് വേണം. ഞാനിത് ഓർമ്മപ്പെടുത്തിയത്, ഇതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ആത്മാവുണ്ട്. ഇന്ന് നിസ്കരിച്ച നിസ്കാരത്തിന് ഒരു ആത്മാവുണ്ട്, കൊടുത്ത സ്വതക്കകൾ ഒരു ആത്മാവുണ്ട്, ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഏതാണ്? ഇഖ്ലാസ് എന്ന ആത്മാവാണ്. ഈ ഇഖ്ലാസ് എന്ന ആത്മാവ് നഷ്ടപ്പെട്ടാൽ, നമ്മുടെ ബോഡിയിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ അമലുകൾക്ക് പ്രതിഫലമുണ്ടാകൂല. അത് മർദൂദാണ്, അത് തള്ളപ്പെടുന്ന അമലുകളായി അല്ലാഹു കണക്ക് കൂട്ടും. പടച്ച റബ്ബ് ചെയ്യുന്ന അമലുകളിലൊക്കെ ഇഖ്ലാസ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പരിപൂർണമായ ഇഖ്ലാസ് നമുക്ക് വേണം. നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന എന്നോടുകൂടെയാണ്. നമ്മൾ ഇന്നത്തെ ജുമുഅക്ക് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സലാം വീട്ടുന്നതിനിടയിൽ നമ്മുടെ ശ്രദ്ധ എവിടെങ്കിലൊക്കെ പോയിട്ടുണ്ടോ? നമ്മൾ ഈ നിസ്കാരത്തിൽ തന്നെ ഉണ്ടോ? തക്ബീർ കെട്ടിയത് ചൊല്ലിയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഫാത്തിഹ ഓതിയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? റുകൂഇലും സുജൂദിലും ചൊല്ലേണ്ട ദിക്റുകൾ നമ്മളുടെ ശരീരം അറിഞ്ഞിട്ടുണ്ടോ? അതിങ്ങനെ ചിലപ്പം ചൊല്ലിപ്പോയേക്കും, പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ശരീരം അറിഞ്ഞിട്ടില്ല. നമ്മൾ എവിടെയോ ആണ്. നമ്മൾ നിർത്തിവെച്ചു പോകുന്ന ബിസിനസിന്റെ ബാക്കി ചിന്തയിലാണ് നമ്മൾ ഉള്ളത്. അല്ലെങ്കിൽ വൈകുന്നേരത്തെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന തിരക്കിലാണ് നമ്മൾ ഉള്ളത്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് വമാ ഉമിറു, നമ്മൾക്കൊക്കെ അറിയുന്ന സൂറത്താണ്, സൂറത്ത് ബയ്യിന. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. അള്ളാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധമായ ഖുർആൻ പറയാൻ, നമ്മളോട് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത്? വമാ ഉമിറു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അംബിയാ മുർസലുകളോട് അള്ളാഹുവിന്റെ കൽപ്പന എന്താണെന്നറിയോ? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടെ, അള്ളാഹുവിന് ആത്മാർത്ഥതയോടുകൂടെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഈ ഒരു കൽപ്പനയാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അമ്പിയാക്കൾക്കുള്ള കൽപ്പന. അങ്ങനെയാണ് എല്ലാ ആളുകൾക്കുമുള്ള കൽപ്പന. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു ഇഖ്ലാസ് നമുക്ക് അനിവാര്യമാണ്. ആ ഇഖ്ലാസിൽ നിന്ന് വേണം വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത, നമ്മൾ നിസ്കാരം നിലനിർത്തപ്പെടേണ്ടത്. ആ ഇഖ്ലാസിൽ നിന്നാണ് സകാത്ത് കൊടുക്കേണ്ടത്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ശരിയായ ദീന്, അതാണ് ശരിയായ ദീന്. മറ്റൊരിടത്ത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി
വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊന്നും നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. എവിടെ? വജ്ജഹത്തൂല്. വജ്ജഹത്ത് നമ്മൾ ഓതിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ അതിൽ വന്നിട്ടുണ്ടാകും. കാരണം എനിക്ക് ബൈഹാട്ടാണ്. പക്ഷെ ഇത് മനസ്സിലേക്ക് കയറിയിട്ട്, ഇതൊന്ന് മനസ്സിലേക്ക് കയറിയിട്ടുണ്ടോ നമ്മുടെ നിസ്കാരത്തില്? ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? അള്ളാഹു നമ്മുടെ നിസ്കാരം നന്നാക്കി തരട്ടെ. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കി, ഇന്ന സ്വലാത്തി, നിശ്ചയം നിങ്ങളെ നിസ്കാരം, വനുസുക്കി നിങ്ങളെ ആരാധനകളൊക്കെ, വമഹിയായ വമമാതി, ജീവിതവും മരണമൊക്കെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനുള്ളതാണ്. അവിടെ ഫത്തുൽ മുഈനൊക്കെ കാണാം, ഈ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ആ റബ്ബിന്റെ പൊരുത്തവും തൃപ്തിയും എനിക്ക് കിട്ടണം എന്ന് കരുതിയിട്ട് നിസ്കരിക്കണം. അത് കിട്ടണമെന്ന് കരുതിയിട്ട് സ്വതം കൊടുക്കണം. അത് കിട്ടണമെന്ന് കരുതിയിട്ട് മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതിന്റെ അപ്പുറത്ത് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായാലോ അത് മർദൂദാണ്, തള്ളപ്പെടുന്നതാണ്. ഒരു ലക്ഷ്യം എന്താണ്? നല്ല ആളുകൾ എന്നെ കുറിച്ച് പുകഴ്ത്തി പറയണം. ഇവിടെ ഖതീബായിട്ട് ഞാൻ എന്റെ ഖുതുബയും നിസ്കാരമൊക്കെ ഭംഗിയാക്കിയാല് ഈ നാട്ടുകാർ എന്നെ കുറിച്ച് 100% മാർക്കിടും എന്നാണോ എന്റെ നിയ്യത്ത്? അത് ഈ നാട്ടിൽ നിങ്ങളൊക്കെ 100% മാർക്കിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അള്ളാഹുവിന്റെ അരികിലെത്തുമ്പോ എനിക്ക് പ്രതിഫലമില്ല. കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ആരാരെയും ബോധിപ്പിക്കാനല്ല, അത് പരിശുദ്ധമായി ഖുർആൻ പറയുന്നു. അതും നമുക്ക് പരിചയമുള്ള സൂറത്തിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, മുസല്ലീൻ എന്നാണ്, ഫായിലാണ്. നിസ്കരിക്കുന്നവനാണ് വൈലെന്ന നരകം. നിസ്കരിക്കുന്നവനാണ് വൈലെന്ന നരകം. നിസ്കരിക്കാത്തവനല്ല, നിസ്കരിക്കുന്നവനും ഉണ്ട് വൈലെന്ന നരകം. എന്നിട്ട് അത് ആരൊക്കെയാണെന്ന് ഖുർആൻ തുടർന്ന് പറഞ്ഞു, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ആത്മാർത്ഥതയില്ലാതെ നിസ്കരിക്കുന്നവർ, ഇഖ്ലാസില്ലാതെ നിസ്കരിക്കുന്നവർ, അശ്രദ്ധരായി നിസ്കരിക്കുന്നവർ, നിസ്കാരത്തിന് മൈൻഡ് ചെയ്യാത്തവർ, ഇങ്ങനത്തെ ആളുകൾക്കാണ് വൈലെന്ന നരകം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്തരം നമ്മൾക്കൊക്കെ അറിയുന്ന രീതിയിൽ വളരെ വ്യക്തമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മുടെ നിസ്കാരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചൂടെ? ആ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ യജമാനായ റബ്ബിനെ ഓർക്കുക, റുകൂഇലും അല്ലാഹുവിനെ ഓർക്കുക, ഈത്തിദാലിലും അതുപോലെ ഓരോ കർമ്മത്തിനും റബ്ബിനെ ഓർത്തിട്ട് നിസ്കാര ശേഷം റബ്ബിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തിയാൽ എന്തൊരു വൃത്തിയുണ്ടാകും. എന്നിട്ട് തുടർന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അല്ലദീനഹും യുറാഊൻ. റിയാഇന്റെ ആളുകൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്നത്. ഈ രണ്ട് വിഭാഗത്തിന് വൈലെന്ന നരകമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മുഅ്മിനീങ്ങളെ, എന്റെ നിസ്കാരത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ നിസ്കാരത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? നിസ്കാരമല്ല മറ്റു ഇബാദത്തുകളിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇന്ന് അറിയാതെ ഭൂരിഭാഗം കാര്യങ്ങളിലും സംഭവിച്ചു പോകുന്ന ഒന്നാണത്. അല്ലെ? നമ്മൾ അധിക കാര്യങ്ങളിലും, ഏത് പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനമാവട്ടെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളാകട്ടെ, മറ്റു സാമൂഹിക പ്രവർത്തനങ്ങൾ ഏതെടുക്കുന്നതാകട്ടെ, ഇതൊക്കെ ഒരു പ്രകടന ത്വരയായി, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കുക എന്ന ലക്ഷ്യത്തിന്റെ പേരിൽ ആയിത്തീരുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തെ പിടിക്കാൻ കഴിയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആണ് മഹ്ശറിൽ 3 ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമതായി വരുന്നത് ഒരു ഷഹീദാൻ, നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചുരുക്കാൻ, ഷഹീദിനെ കൊണ്ടുവന്നിട്ട് നിന്റെ ശരീരം കൊണ്ട്, നിനക്ക് വന്ന ആഫിയത്ത് കൊണ്ട്, ഭൂമിയിൽ നിനക്ക് തന്ന ആയുസ് കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ഷഹീദിനോട് ചോദിക്കുമ്പോ, ഞാൻ ജീവിച്ച് എന്റെ ജീവിതം, എന്റെ ശരീരം നിനക്ക് വേണ്ടി സമർപ്പിച്ച് ഞാൻ ഷഹീദായിട്ടുണ്ട് എന്ന് അല്ലാഹുവിനോട് മറുപടി കൊടുക്കുമ്പോ, മോനെ നീ എനിക്ക് വേണ്ടിയല്ല ചെയ്തത്, നീ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്തത്, അതുകൊണ്ട് അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞ് ഷഹീദിനെ അടക്കം മാട്ടിയോടിക്കുന്ന ഒരു സംഭവം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തും. അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞതാരാ? നരകം ഉണ്ട് എന്ന് പറഞ്ഞതാരാ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുത്തുനബി അവിടുത്തെ നാവ് കൊണ്ട് പഠിപ്പിച്ചതാണ്. ഇങ്ങനെയും സംഭവമുണ്ട്. ഷഹീദ് നാളെ വരും, ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഷഹീദായതാണ്. അവനെ റബ്ബ് ആട്ടിയോടിക്കും, നരകത്തിലേക്ക് വലിച്ചെറിയും. ഒരു വലിയ പണ്ഡിതൻ വരുമത്ര. അവനോട് ചോദിക്കും, നീ പഠിച്ച ഇൽമു കൊണ്ട് എന്തു ചെയ്തു? നിനക്കൊരുപാട് അറിവ് കിട്ടിയിട്ടില്ലേ, നീ അതുകൊണ്ട് എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോ
മറുപടി പറയുമ്പോ റബ്ബ് പറയും, ഇതൊക്കെ മറ്റുള്ളവന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി നീ ചെയ്തതാണ്, എന്റെ തൃപ്തി നിന്നിലില്ല, മറ്റുള്ളവന്റെ തൃപ്തിയാണ് നീ ആഗ്രഹിച്ചത്, അവനോട് വേണ്ടത് ചോദിച്ചോ എന്ന് പറഞ്ഞ് റബ്ബിന്റെ കോടതിയിൽ നിന്ന് ആട്ടിവിടുന്നൊരു രംഗം. മൂന്നാമതായി ഒരു ധർമ്മിഷ്ഠനെ അല്ലാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുവരും. സമ്പാദത്തിൽ നിന്ന് വലിയൊരു ഭാഗം അവൻ കൊടുക്കുന്നുണ്ട്. നാലാളുകൾക്കിടയിൽ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി കൊടുത്ത പണമാണ്. അവനോടും ഇതുപോലെ പറയുന്ന രംഗം അല്ലാഹുവിന്റെ കോടതിയിലുണ്ട്. ഇന്നത്തെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയില്ലേ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സമയം മുഅ്മിനേ എനിക്കും നിങ്ങൾക്കും വരാനുണ്ടെന്ന് കൃത്യമായി ഇന്നത്തെ ഖുതുബയിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? ആ കോടതി പരിചയപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് നിസ്കരിച്ചു എന്ന കടമ വീട്ടാതെ, സ്വതക്ക ചെയ്തു എന്ന കടമ വീട്ടാതെ, സംഘടനക്ക് വേണ്ടി ദീനിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന കടമ വീട്ടാതെ, അതൊന്ന് ഇഖ്ലാസ് ഉള്ളതാവട്ടെ എന്ന് ചിന്തിച്ചാൽ അമലുകൾ സ്വീകാര്യമാകും. അല്ലാഹുവേ, ചെയ്ത അമലുകളൊക്കെ കുറ്റമറ്റ രീതിയിൽ ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർ, സാധുവായ എന്റെ ഉപ്പ മരണപ്പെട്ട മാസമാണ്, വല്ലുപ്പ മരണപ്പെട്ട മാസമാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, നേരത്തെ പറഞ്ഞ ഞങ്ങളെ കൂട്ടുകാരൻ സൈഫു അടക്കം, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനത്തിനോട് സഹകരിച്ച് സഹായിച്ച് എത്രയോ ആളുകൾ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ ആരുടെ മണ്ണിലാണ് ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ചെയ്യുന്ന ഖൈറാത്തുകളുടെ മിസ്ലു സവാബിൽ അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ. ഞങ്ങളും മരിച്ച ആറടി മണ്ണിൽ കിടക്കുമ്പോ ഞങ്ങളെ ഓർക്കുന്ന നല്ല മനുഷ്യരെ ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബന്ധം സ്വർഗത്തിലേക്ക് എത്തുന്ന നല്ല ബന്ധങ്ങളാക്കണേ അല്ലാഹ്. ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.